നിത്യേന ഭക്ഷണത്തിൽ തൈര് ഉൾപ്പെടുത്തുന്നവർ നിരവധി പേരുണ്ടാകും. അപ്പം ഈ ഒരു മഴക്കാലത്ത് തൈര് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണോ ദോഷമാണോ? നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഇതിനെക്കുറിച്ച് പറയാം. മഴക്കാലം എന്ന് പറയുന്നത് പൊതുവെ ദഹനശക്തി കുറഞ്ഞിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഓരോ വ്യക്തിയുടെയും ആരോഗ്യസ്ഥിതി, ദഹനശക്തി, ശരീരപ്രകൃതി എന്നിവ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ ഭക്ഷണക്രമങ്ങൾ നിർദ്ദേശിക്കേണ്ടത്. അപ്പോൾ സാധാരണയായിട്ട് ഈ ദഹനശക്തി കുറഞ്ഞിരിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ തൈര് എന്ന് പറയുന്നത് ദഹിക്കാൻ കുറച്ചുകൂടെ ബുദ്ധിമുട്ടുള്ളതാണ്. അതുപോലെ കഫം കൂടുതലുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് തൈര് പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുന്നതാണ് നല്ലത്. പ്രത്യേകിച്ചും ചുമ, തൊണ്ടവേദന, അലർജി, ജലദോഷം മുതലായിട്ടുള്ള പ്രയാസങ്ങൾ ഉള്ളവരാണെങ്കിൽ തൈര് പൂർണ്ണമായിട്ടും ഈ ഒരു അവസരത്തിൽ ഒഴിവാക്കുന്നത് തന്നെയാണ് എന്തുകൊണ്ടും നല്ലത്. അതുപോലെ തൈര് കഫം വർദ്ധിപ്പിക്കുന്നതിനാൽ തന്നെ ദിവസേന കഴിക്കുന്നത് അനുയോജ്യമല്ല. ഇനി കഴിക്കേണ്ട സന്ദർഭങ്ങളിൽ ഉച്ചഭക്ഷണത്തോടൊപ്പം അളവ് കുറച്ച് കഴിക്കുന്നതാണ് ഉത്തമം. പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ തൈര് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താതിരിക്കാൻ ശ്രദ്ധിക്കുക.